ഏവർക്കും നമസ്കാരം. ചിതൽപുറ്റ്, വാൽമീകം എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഇംഗ്ലീഷിൽ ടെർമിറ്റോറിയം അല്ലെങ്കിൽ ടെർമിറ്റ് മൗണ്ട് എന്നും വിളിക്കാറുണ്ട്. എന്താണ് ചിതൽപുറ്റ്? ചിതലിൻ്റെ വാസസ്ഥാനം മണ്ണിനടിയിലോ വീണുകിടക്കുന്ന മരത്തിലോ ഒക്കെയാണെങ്കിലും ചിലപ്പോഴവ മണ്ണിന് മുകളിലേക്ക് വളർന്ന് നിൽക്കാറുണ്ട്. ആഫ്രിക്കയിലെ ഉഷ്ണമേഖല പുൽമേടുകളിൽ ചിലപ്പോൾ അവ 9 മീറ്റർ 10 മീറ്റർ വരെയൊക്കെ ഉയരത്തിൽ വരാറുണ്ട്. സാധാരണഗതിയിൽ 3 മീറ്ററൊക്കെയാണ് അതിന് ഉയരം വരാറുള്ളത്. കേരളത്തിലെ സർപ്പക്കാവുകളിലും മറ്റും വിസ്തൃതമായ ചിതൽപുറ്റുകൾ കാണാവുന്നതാണ്. വാസസ്ഥലത്തിൻ്റെ ലഭ്യത കൂട്ടുന്നതിനോടൊപ്പം കൂട്ടിനുള്ളിലെ താപ നിയന്ത്രണത്തിനും വായുസഞ്ചാര നിയന്ത്രണത്തിനും ചിതൽപുറ്റുകൾ സഹായമാകുന്നുണ്ട്. ചിതൽപുറ്റുകളിൽ താപനിയന്ത്രണം ഉറപ്പാക്കുന്നതിനായി ചില ഭാഗങ്ങളിൽ അതിലോലമായിട്ടായിരിക്കും ഭിത്തികൾ പണിത് വച്ചിരിക്കുക. തുറന്നിരിക്കുന്ന ഭാഗത്തിൻ്റെ നിർമ്മാണം കാറ്റിനെ കൂടിൻ്റെ ഉള്ളറകളിൽ വരെ എത്തിക്കുന്ന വിധത്തിലായിരിക്കും. ഉപരിതലത്തിലുള്ള ദ്വാരങ്ങൾ നേർത്ത മൺപാളിയാൽ അടച്ച് ഭദ്രമാക്കിയിട്ടുണ്ടാകും. വശങ്ങളിലുണ്ടാകുന്ന ചാലുകൾ വായുസമ്പർക്കം ഉറപ്പുവരുത്തുമെന്നവയാണ്. ചിതലുകൾ നല്ല രീതിയിലുള്ള എൻജിനീയറിംഗ് പ്രതിഭ ഉള്ളവരാണ് എന്ന് ഈ ചിതൽപുറ്റുകൾ പരിശോധിച്ചാൽ വ്യക്തമാകും. മഴയത്തും ചെറിയ തോതിലുള്ള പ്രകൃതിക്ഷോഭങ്ങളിലും ഒന്നും നശിക്കാത്ത രീതിയിലും നല്ല രീതിയിൽ ഉള്ളിലേക്ക് വായുസഞ്ചാരം കിട്ടത്തക്ക രീതിയിലുമാണ് അവയുടെ രൂപകൽപ്പന. വേണമെങ്കിൽ ഇതിനെ ഹരിതഗ്രഹങ്ങൾ എന്ന് വിളിക്കാം. നല്ല മൃദുവായ കളിമണ്ണിൽ ഉമിനീർ കലർത്തിയാണ് ചിതലുകൾ ഈ ചിതൽപുറ്റ് ഉണ്ടാക്കുന്നത്. ഇവയ്ക്ക് എത്രയും സങ്കീർണമായ പുറ്റുകൾ ഉണ്ടാക്കാൻ പറ്റുന്നത് എങ്ങനെയെന്ന് ധാരാളം പഠനവിധേയമാക്കിയ കാര്യമാണ്. ചിലതരം ഫിറമോണുകൾ ആണ് ഇവയെ ഇതുപോലെ നിർമ്മിക്കാൻ ഉത്തേജനം നൽകുന്നത് എന്ന് ചില ശാസ്ത്രകാരന്മാർ അഭിപ്രായപ്പെട്ടപ്പോൾ മറ്റു ചിലർ പറയുന്നത് ജനിതകപരമായി കൈമാറിയ ഗുണങ്ങളാണ് ഈ കഴിവിൻ്റെ പിന്നിലുള്ളത് എന്ന് വാദിക്കുന്നവരുമുണ്ട്. ഇപ്പോഴും കൃത്യമായ ഒരു ഉത്തരം പറയാൻ ഇനിയും കാലം കാത്തിരിക്കേണ്ടി വരും. എങ്ങനെയാണ് ഒരു പുതിയ ചിതൽപുറ്റുണ്ടാകുന്നത്? മണ്ണിനടിയിലും മുകളിലുമായി ഗൂഢമാളങ്ങളിൽ കോടിക്കണക്കിന് ചിതലുകൾ ഉണ്ടാകും ഓരോ കോളനിയിലും. ആ സാമ്രാജ്യങ്ങളുടെ അധിപയായ രാജ്ഞി ചിതലിന് 10-20 വർഷത്തിലധികം നീണ്ട ആയുസ്സുണ്ടാകും. എന്തൊക്കെയായാലും വീണടിഞ്ഞ മരങ്ങളും സസ്യാവശിഷ്ടങ്ങളും തിന്ന് വിഘടിപ്പിച്ച് ദ്രവിപ്പിച്ച് മണ്ണാക്കുന്ന ചിതലുകൾ പരിസ്ഥിതിയുടെ വലിയ സംരക്ഷകരാണ് താനും. ചിതൽ കോളനി ഒരു മഹാസാമ്രാജ്യം തന്നെയാണ്. രാജ്ഞിയും രാജാവും പടയാളികളും വേലക്കാരുമുള്ള വമ്പൻ സംവിധാനം. പ്രത്യുൽപാദന ശേഷിയുള്ള ചിതലുകൾ ചിറകുള്ള അവസ്ഥയിലായിരിക്കും. അവയാണ് ഈയലുകൾ, ഈയാമ്പാറ്റ എന്നൊക്കെ വിളിക്കുന്നത്. എണ്ണം കൂടിയാൽ ഇവർക്കെല്ലാം ഒറ്റ സാമ്രാജ്യത്തിൽ നിൽക്കാൻ കഴിയില്ല. മഴക്കാലത്തിന് തൊട്ടു മുമ്പ് ഇടിമിന്നലും ഇടിവെട്ടും അനുകൂല കാലാവസ്ഥയും ഉള്ളപ്പോൾ ഇവ ചിതൽക്കൂടിലെ പ്രത്യേക ദ്വാരങ്ങൾ തുറന്ന് പുറത്തേക്ക് പറക്കും. അവർക്ക് വികാസം പ്രാപിച്ച കണ്ണുകളുണ്ടാകും. സ്വാമിങ് എന്നാണ് ഈ കൂട്ടപ്പറക്കലിൻ്റെ പേര്. കുറച്ചു നേരത്തെ പറക്കലിന് മാത്രം പറ്റുന്ന ലോലമായ ചിറകുകളിലാണ് ഇവയ്ക്കുള്ളത്. ഈയലുകൾ ഇണചേർന്ന് പുതിയ കോളനിക്ക് പറ്റിയ സ്ഥലം കണ്ടെത്തി ചിറക് പൊഴിച്ചു കളഞ്ഞ് മണ്ണിൽ കൂടൊരുക്കുന്നു. സാഹിത്യത്തിലും മറ്റുള്ളതിലുമൊക്കെ ഈയാമ്പാറ്റകളെ പോലെ എന്ന് വിശേഷിപ്പിക്കാറുണ്ട് പെട്ടെന്ന് ജീവിതം നഷ്ടപ്പെട്ടു പോകുന്നവരെ. പക്ഷെ സത്യത്തിൽ ഇവരങ്ങനെ നഷ്ടപ്പെടാൻ വേണ്ടിയിട്ടല്ല പുറത്തേക്ക് വരിക. മറ്റൊരു ചിതൽപുറ്റ് ഒരു പക്ഷേ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇവരിങ്ങനെ പുറത്തേക്ക് വരിക. ഇതിനിടയിൽ ഈയലുകളിൽ പലരും ഇരപിടിയന്മാരായ പക്ഷികളും മറ്റും വയറ്റിലെത്തും. കുറച്ചെണ്ണം വിളക്കിലെ നാളത്തിൽ വീണ് കരിഞ്ഞു പോകും. ബാക്കിയുള്ളവ രാജ്ഞിയും രാജാവും പടയാളികളും വേലക്കാരുമുള്ള പുതിയൊരു സാമ്രാജ്യത്തിന് രൂപം കൊടുക്കും. അങ്ങനെയാണ് പുതിയൊരു ചിതൽപുറ്റുണ്ടാകുക. ഇനി വളരെ കാലമായിട്ട് പാമ്പും ചിതൽപുറ്റും
തമ്മിൽ ബന്ധപ്പെടുത്തി സംസാരിക്കാറുണ്ട്. എന്താണ് പാമ്പും ചിതൽപ്പുറ്റും തമ്മിലുള്ള ബന്ധം? ചിതൽപ്പുറ്റുകളെ പാമ്പിൻ്റെ പുറ്റായി കാണുന്നവരും പാമ്പിൻ പുറ്റ് എന്ന് വിളിക്കുന്നവരുമുണ്ട്. പക്ഷേ ഉപേക്ഷിക്കപ്പെട്ട ചിതൽപ്പുറ്റുകളിൽ ചിലതിൽ പാമ്പുകൾ മുട്ടയിടാൻ ഉപയോഗിക്കാറുണ്ട്, ചിലപ്പോൾ താമസിക്കാനും. അത് ചിതൽപ്പുറ്റുകൾ ഉണ്ടായി വർഷങ്ങൾ കഴിഞ്ഞായിരിക്കും. പുതുതായി ഉണ്ടായ ചിതൽപ്പുറ്റുകളിൽ പാമ്പുകൾ വരാനുള്ള സാധ്യതയില്ല. കാരണം ചിതലുകൾ പാമ്പിനെ ആക്രമിക്കും. പണ്ട് പാമ്പിനെ കൊന്നതിന് ശേഷം ചിതൽപ്പുറ്റ് പൊട്ടിച്ച് അതിലേക്ക് ഇറക്കിയിടും. ഒരു ദിവസം കഴിഞ്ഞ് നോക്കിയാൽ പാമ്പിൻ്റെ മുള്ളു മാത്രമേ കാണുള്ളൂ. പാമ്പുകൾ മാത്രമല്ല, തേളുകൾ, പാറ്റകൾ ഉൾപ്പെടെയുള്ള പല ജീവികളും ഇതുപോലെ ചിതലുകൾ ഉപേക്ഷിക്കപ്പെട്ട പുറ്റുകളിൽ താമസിക്കാറുണ്ട്. അപ്പോൾ പ്രധാനം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചിതല് താമസിക്കുമ്പോൾ ഒരിക്കലും പാമ്പ് അതിൻ്റെ അകത്ത് താമസിക്കില്ല. ചിതൽപ്പുറ്റുകളിൽ ചിതലിനെ ഭക്ഷിക്കാനായി എലികൾ വരികയും ആ എലികളെ ഭക്ഷിക്കാനായിട്ട് പാമ്പ് വരികയും ചെയ്യാറുണ്ട്. കൂടുതലായിട്ടും ഈ ചിതൽപ്പുറ്റുകളിൽ മൂർഖനാണ് കൂടുതൽ കാണുക. പ്രത്യേകിച്ച് നമ്മൾ ബാംഗ്ലൂരിൽ ഉള്ള ചിതൽപ്പുറ്റുകളിൽ മൂർഖൻ പാമ്പുകൾ ധാരാളം ഉള്ളതായിട്ട് കണ്ടിട്ടുണ്ട്. കേരളത്തിൽ മിക്കയിടത്തുമൊക്കെ ചിതൽപ്പുറ്റുണ്ടെങ്കിലും ഏറ്റവും വലിപ്പമുള്ള പുറ്റുകൾ കാണാറുള്ളത് മുത്തങ്ങ ഭാഗത്താണ്. അവിടെ ഒരാളിൽ കൂടുതൽ ഉയരത്തിലുള്ള പുറ്റുകൾ കാണാൻ പറ്റും. ഇനി ചിതൽപ്പുറ്റും വിശ്വാസങ്ങളും കുറേ വിശ്വാസങ്ങൾ ചിതൽപ്പുറ്റായിട്ട് ബന്ധപ്പെട്ട് കിടപ്പുണ്ട്. പ്രാപഞ്ചിക ശക്തികളെ ആരാധിച്ചിരുന്ന കാലം ആണ് നമുക്ക് ആദ്യമേ ഉണ്ടായിരുന്നത്. പ്രപഞ്ചത്തിലെ പ്രത്യേക ശക്തികളെ ആരാധിക്കുന്ന പതിവുണ്ടായിരുന്നു. അങ്ങനെ വ്യത്യസ്തമായ പ്രാപഞ്ചിക ശക്തികളെയൊക്കെ അപരിമേയമായി കാണുകയും അവയെ ആരാധിക്കുകയും ചെയ്യുന്ന പതിവിൽ പെട്ട ഒന്നാണ് ചിതൽപ്പുറ്റുകളും. നാഗാരാധനയിലും ചിതൽപ്പുറ്റുകൾ ഇടം തേടി നാഗസ്ഥാനങ്ങളായി പല കാവുകളിലും ഇടം പിടിക്കുന്നത് ഇന്ന് ചിതൽപ്പുറ്റുകളാണ്. പാലും നൂറും അവിടെ നേർച്ച സമർപ്പിക്കുന്നവരുമുണ്ട്. ചിലർ ചിതൽപ്പുറ്റ് വൃത്തിയാക്കി അതിനെ തന്നെ വിഗ്രഹമായി പരിഗണിച്ച് പൂജകളും വഴിപാടുകളും നടത്താറുണ്ട്. ചിതൽപ്പുറ്റ് ഉള്ള സ്ഥലത്ത് സർപ്പദോഷം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് വിശ്വാസമുണ്ട്. ചിലർക്കിടയിൽ ചിതൽപ്പുറ്റുള്ള സ്ഥലത്ത് സർപ്പത്തിൻ്റെ അനുഗ്രഹമുണ്ടാകും എന്നൊരു വിശ്വാസമുണ്ട്. ചിതൽപ്പുറ്റുള്ള സ്ഥലത്ത് നിധി ഉണ്ടാകും എന്നും വിശ്വസിക്കുന്ന ആൾക്കാർ ഉണ്ട്. നാഗമാണിക്യവുമായി ബന്ധപ്പെട്ട ചില വിശ്വാസങ്ങൾ ചിതൽപ്പുറ്റുമായി ബന്ധപ്പെടുത്തി പുലർത്തി വരാറുണ്ട്. മൂർഖൻ്റെ വിഷം കാലാന്തരത്തിൽ ഉറഞ്ഞ് കട്ടിയാകുന്നതാണ് നാഗമാണിക്യം എന്നും ഈ രത്നം സർപ്പങ്ങൾ വായിലാണ് സൂക്ഷിക്കുന്നതെന്നും ചിതൽപ്പുറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നും അത് ലഭ്യമാകുമെന്നും ചിലർ വിശ്വസിക്കുന്നുണ്ട്. മറ്റൊരു വിശ്വാസം, നാഗങ്ങൾ വളരെ സൂക്ഷ്മതയോടെ കൊണ്ടു നടക്കുന്ന ഈ രത്നങ്ങൾ വളരെ വിരളമായെങ്കിലും ഈ പുറ്റുകൾക്കടുത്ത് താഴെ വയ്ക്കാറുണ്ടെന്നും അങ്ങനെ വയ്ക്കുന്ന തക്കത്തിന് ആ നാഗമാണിക്യത്തെ എടുത്ത് ഒളിപ്പിച്ചാൽ രത്നം നഷ്ടപ്പെട്ട നാഗം തലതല്ലി ആത്മഹത്യ ചെയ്യുന്നതിലൂടെ രത്നം കൈക്കലാക്കാൻ ശ്രമിക്കുന്നവർക്ക് അത് സ്വന്തമായി കിട്ടും എന്നും ഒരു വിശ്വാസം പണ്ടുണ്ടായിരുന്നു. അങ്ങനെ പല വിശ്വാസങ്ങൾ ചിതൽപ്പുറ്റുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. ഇനി വാസ്തുശാസ്ത്രത്തിൽ ചിതൽപ്പുറ്റിന് സ്ഥാനം എന്താ? വാസ്തുശാസ്ത്രത്തിൽ വീട് വയ്ക്കാനുള്ള സ്ഥലം തിരഞ്ഞെടുക്കുമ്പോൾ പുറ്റുള്ള സ്ഥലം ഒഴിവാക്കാൻ നിർദ്ദേശിക്കുന്നുണ്ട്. അത് സർപ്പദോഷമുള്ളതുകൊണ്ടോ മറ്റേതെങ്കിലും വിശ്വാസങ്ങളുടെ അടിസ്ഥാനത്തിലോ അല്ല, ശാസ്ത്രീയമായ ചില കാരണങ്ങളാണ്. പ്രധാനപ്പെട്ട 3 കാരണങ്ങളാണ് അതിന് പിന്നിലുള്ളത്. ഒന്നാമതായി, ചിതൽപ്പുറ്റ് ഉണ്ടായിട്ടുള്ള സ്ഥലം ഏതെങ്കിലും ജീർണ വസ്തുക്കളുള്ള സ്ഥലമായിരിക്കും. അവിടെ മണ്ണിന് ഉറപ്പ് കുറവും മണ്ണിൽ ദ്വാരങ്ങളും ഉണ്ടായിരിക്കുകയും ചെയ്യും. അപ്പോൾ കെട്ടിടത്തിന് ഉറപ്പ് കുറയാനായിട്ട് സാധ്യതയുണ്ട്. രണ്ടാമതായി ഉള്ള കാരണം, ചിതലോ മറ്റേതെങ്കിലും ജീവികളോ ചിതൽപ്പുറ്റിൽ താമസിക്കുന്നുണ്ടെങ്കിൽ അവയുടെ ആവാസ വ്യവസ്ഥകളെ നമ്മുടെ താമസം മൂലം തകർക്കുകയോ അല്ലെങ്കിൽ നമ്മൾ താമസിക്കാൻ തുടങ്ങുന്നതോടുകൂടി അവർ നമുക്ക് ശല്യമാവുകയോ ചെയ്യുമെന്നുള്ളതാണ്. മൂന്നാമത്തെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ ഉയരത്തിലുള്ള ചിതൽപ്പുറ്റുകൾ അമിത വൈദ്യുതി പ്രവാഹത്തെ ആഗീരണം ചെയ്ത് അത് എർത്ത് ചെയ്ത് കളയും. അങ്ങനെ എർത്ത് ചെയ്ത് കളയുമ്പോൾ അതിനോടടുത്താണ് വീടെങ്കിൽ ആ വീടിന് അത് ദോഷകരമാകും എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള ചില ശാസ്ത്രീയ കാരണങ്ങൾ കൊണ്ടാണ് വാസ്തുശാസ്ത്രത്തിൽ ചിതൽപ്പുറ്റിനെ ഒഴിവാക്കേണ്ടത്. മറ്റു കാരണങ്ങൾ അന്ധവിശ്വാസങ്ങളുടെ ഭാഗമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇനി പുരാണങ്ങൾ ചിതൽപ്പുറ്റിനെക്കുറിച്ച് ഉള്ള സ്ഥാനം എന്താ?
ത്രേതായുഗത്തിൽ ജീവിച്ചിരുന്ന ആദ്യ കവി എന്നറിയപ്പെടുന്ന വാൽമീകി മഹർഷിയാണ് രാമായണത്തിൻ്റെ ഉപജ്ഞാതാവ്. രത്നാകരൻ എന്ന പേരിൽ ഒരു മോഷ്ടാവായി ജീവിച്ചിരുന്ന സമയത്ത് ദീർഘനാളത്തെ തപസ്സിന് ശേഷം സന്യാസ ജീവിതത്തിലേക്ക് അദ്ദേഹം പ്രവേശിക്കുകയായിരുന്നു. ദീർഘനാൾ തപസ് ചെയ്തപ്പോൾ ഈ രത്നാകരൻ എന്ന മനുഷ്യൻ്റെ ശരീരത്തെ ചിതൽപുറ്റ് ആവരണം ചെയ്തു, അല്ലെങ്കിൽ വാൽമീകം ആവരണം ചെയ്തു എന്നാണ് പറയപ്പെടുക. വാൽമീകം അഥവാ ചിതൽപുറ്റിൽ നിന്നും ജനിച്ചവൻ എന്നത്ര വാൽമീകി എന്ന പദത്തിൻ്റെ അർത്ഥം. മറ്റൊരു കഥ ഇതാണ്. ബ്രഹ്മപുത്രനായ ഭൃഗുമ മഹർഷിക്ക് ഖ്യാതിയിൽ ജനിച്ച പുത്രനായ ചവനൻ വനത്തിൽ തപസ് ചെയ്തു വരവേ ചിതൽപുറ്റിനാൽ ആവരണം ചെയ്യപ്പെട്ടു. രാജാവായിരുന്ന ശരിയാദിയുടെ ഏകപുത്രിയായിരുന്നു സുകന്യ. സുകന്യയ്ക്ക് 14 വയസ്സ് പ്രായമുള്ളപ്പോൾ അടുത്തുള്ള കാട്ടിൽ തോഴിമാരൊത്തു പോവുകയും അവരുടെ കളികൾക്കിടയിൽ അടുത്തു കണ്ട ഒരു വലിയ മരത്തിൻ്റെ ചുവട്ടിലെ വലിയ ഒരു ചിതൽപുറ്റ് അവളുടെ ശ്രദ്ധയിൽപ്പെട്ടു. കൗതുകം തോന്നി അവൾ ഒരു മുൾക്കമ്പ് ഉപയോഗിച്ച് ശക്തിയായി അതിനെ മാറി മാറി കുത്തി. ആ സമയം പുറ്റിൽ നിന്നും ഒരു നേരിയ ദയനീയമായ ശബ്ദം പുറത്തു വന്നുവെന്നും അത് കേട്ട് അവൾ പേടിച്ച് അവിടെ നിന്ന് ഓടിപ്പോയി എന്നുമാണ് പറയാം. ആ പുറ്റിൽ തപസ് ചെയ്തിരുന്നത് ചവനൻ മഹർഷിയായിരുന്നു. ആ മഹർഷി തൻ്റെ തപസ് തുടർന്നുവെന്നും പക്ഷേ ഈ ശരിയാദിയുടെ രാജ്യഭരണത്തിൽ ഒട്ടേറെ കഷ്ടനഷ്ടങ്ങളുണ്ടായെന്നും അതിൻ്റെ കാര്യം അന്വേഷിച്ചപ്പോൾ ഈ ചവനൻ്റെ ശാപം കൊണ്ടാണെന്നും അങ്ങനെ ചവന മഹർഷിയുടെ ശാപമോക്ഷം കിട്ടാനായിട്ട് എന്ത് വേണമെന്ന് ആലോചിച്ചപ്പോൾ ഈ ചവന മഹർഷി സുകന്യയെ ഭാര്യയായി കിട്ടണമെന്ന് ആവശ്യപ്പെടുകയും മനസ്സില്ലാ മനസ്സോടെ അതിന് സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ ഈ സുകന്യ രാജകീയ ജീവിതം ഉപേക്ഷിച്ച് കാട്ടിലെ ആശ്രമത്തിലേക്ക് പോയി എന്നുമാണ് പൗരാണിക മതം. ഇനി ചിതൽപുറ്റ് ഈ ചവന മഹർഷി തന്നെയാണ് നിത്യ യൗവന ശക്തി ഉണ്ടായതുകൊണ്ടാണ് ചവനപ്രകാശം എന്ന ലേഹ്യത്തിന് പേര് വന്നതെന്നും പറയുന്നുണ്ട്. ഇനി ചിതൽപുറ്റിൻ്റെ പ്രയോജനങ്ങൾ എന്തൊക്കെയാണ്? മണ്ണിലെ ജൈവവസ്തുക്കളെ ആഹരിച്ച് മണ്ണിനെ ശുദ്ധീകരിക്കുന്നത് ചിതൽപുറ്റാണ്. മണ്ണിലേക്ക് വായുസഞ്ചാരം സാധ്യമാക്കുന്നത് ചിതൽപുറ്റാണ്. ഇടിമിന്നലിൻ്റെ വൈദ്യുത പ്രവാഹത്തെ ആഗീകരണം ചെയ്ത് മണ്ണിലേക്ക് ലയിപ്പിക്കുന്നതിന് ചിതൽപുറ്റ് ഏറെ സഹായിക്കുന്നുണ്ട്. ഇടിമിന്നലിൽ പുതിയ ജീവികൾക്ക് ജന്മമുണ്ടാക്കുന്നതിൽ ചിതൽപുറ്റ് സാഹചര്യമൊരുക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് ഒട്ടേറെ ഗവേഷണങ്ങൾ പൗരാണിക ഭാരതത്തിൽ നടന്നിട്ടുണ്ട്. ആധുനിക ശാസ്ത്രം അതിനെക്കുറിച്ച് വീണ്ടും പഠനങ്ങൾ നടത്താൻ ഉള്ള ശ്രമങ്ങളിലാണ് എന്നാണ് എൻ്റെ വിചാരം. മറ്റൊരു പ്രത്യേകത ചിതൽപുറ്റിൻ്റെ അകത്തുള്ള സ്പോഞ്ച് പോലുള്ള ഭാഗം അത് മീനുകൾ പോലുള്ള ജീവജാലങ്ങൾക്ക് ആഹാരമാണെന്നുള്ള. ചിതൽപുറ്റിൽ നിന്ന് വരുന്ന ഈയലുകൾ ചില ഗോത്രവർഗ്ഗക്കാർക്ക് ആഹാരമാണ്. പ്രത്യേകിച്ച് തമിഴ്നാട്ടിലെ ആദിവാസികൾക്ക് അത് ആഹാരമാക്കി ഉപയോഗിക്കുന്ന കണ്ടിട്ടുണ്ട്. അവരത് ആ ചിതലിനെ ഈയലിനെ അരി വറുക്കുമ്പോൾ അതിൻ്റെ അവസാന സമയത്ത് വറുത്ത് കോരാൻ സമയത്ത് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൂടെ വറുത്തെടുത്ത് ഒരുമിച്ച് കഴിക്കുന്ന കണ്ടിട്ടുണ്ട്. പാമ്പ് പോലുള്ള മറ്റ് ഇതര ജീവികൾക്ക് താമസമൊരുക്കുന്നതും ചിതൽപുറ്റാണ്. ചിതൽപുറ്റിനെ ഒരുപാട് ആരാധനയോടെ കാണേണ്ടതില്ല. ചിതൽപുറ്റിനെ ഒരുപാട് ഭയത്തോടും കാണേണ്ടതില്ല. ഒരു ജൈവിക സംവിധാനത്തിൻ്റെ സൃഷ്ടിയുടെ ഈ പ്രാപഞ്ചിക ശക്തിയുടെ അല്ലെങ്കിൽ ഒരു ഭാഗമായിട്ട് നമ്മൾ കാണുകയും അതിൻ്റെ നന്മകൾ തിരിച്ചറിയുകയും വേണം. ചിതലും സർപ്പവുമായിട്ട് കാര്യമായി ബന്ധപ്പെടുത്തി അന്ധവിശ്വാസത്തെ പ്രചരിപ്പിക്കാതെ നോക്കുക.